പൈശാചിക സ്വാധീനങ്ങൾ ഹൃദയത്തിൽ കയറിക്കൂടിയവരും ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കൃപ കിട്ടാത്തവരുമായ മനുഷ്യർ യേശുക്രിസ്തുവിന്റെ നാമം എവിടെയെങ്കിലും ഉയരുകയോ ഉയർത്തപ്പെടുകയോ ചെയ്യുന്നത് കാണുമ്പോൾ ശത്രുക്കളെ പോലെ അതിനെതിരായി പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ തിന്മയുടെ സ്വാധീന ശക്തിയെ നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? എപ്പോഴും ഭവനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അപ്പൊ നമുക്ക് ദൈവം, അതുകൊണ്ടാണ് ഒരു പാട്ട് പാടിക്കുന്നത്, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്കെന്തിന് നാഥ. അപദാനം എപ്പോഴും പാടുവാനല്ലെങ്കിൽ അധരങ്ങൾ എന്തിന് നാഥ. അപ്പൊ ദൈവം നമുക്ക് അധരങ്ങൾ നൽകിയിരിക്കുന്നത് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കിതിന് കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നപ്പോഴാ, ഒന്ന് വിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ നമുക്ക് അച്ഛൻ കുറെ ചെല്ലും, പിന്നെയുള്ളതെന്ന് പറയുന്ന മിച്ചമുള്ളത് പ്രതിവാക്യമാണ്. ആ പ്രതിവാക്യം കൊയറുകാരും ചെല്ലും. പിന്നെ നമുക്ക് എന്നാ ചെല്ലാനുള്ളത്? നമുക്കൊന്നും ചെല്ലാനില്ല. അതുകൊണ്ട് പള്ളി ചെല്ലുമ്പോൾ കയ്യും കെട്ടി നമ്മൾ നിന്നേച്ച് കാഴ്ചക്കാരായിട്ട് പോരും. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് പോയിട്ട് ഉറി പോലെ തിരിച്ചു പോരുന്നത്. ഒരു പ്രയോജനം കിട്ടുന്നില്ല, നമുക്ക് അഭിഷേകം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവുമെല്ലാം ആരാധനയിലേക്ക് സമ്പൂർണ്ണമായി ഇൻവോൾവ് ആയാൽ വിശുദ്ധ കുർബാനയിലെ ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വരും. ഇനി നമുക്കറിയാം, നമ്മുടെ പിള്ളേരെ സ്കൂളിൽ വിടാറുണ്ട്. സ്കൂളിൽ വിട്ട ശേഷം വൈകുന്നേരം നമ്മൾ വിടുന്ന സ്ഥലം ഏതാണ്? എന്തിനാണ്? സ്കൂളിൽ പോയിട്ട് 10ാം ക്ലാസ്സിലെ കൊച്ചിങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ എങ്ങോട്ടാ പോകുന്നത്? ട്യൂഷൻ സെന്ററിലേക്ക്. അപ്പൊ തൂത്തുകുടി ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് സത്യത്തിൽ പ്രിയമുള്ളവര്, ചില വിഷയങ്ങൾക്ക് ചിലർ പുറകോട്ടാണ്. അതിനുള്ള ട്യൂഷൻ സെന്ററാണ് നമ്മുടെ ഈ ധ്യാന കേന്ദ്രം. അപ്പൊ ട്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? വായും വിളിച്ചിരിക്കും. അതുകൊണ്ട് ട്യൂഷൻ സെന്ററിൽ ചെന്ന് ചെറിയ അടിയൊക്കെ കൊടുത്ത് ഞുള്ളുമൊക്കെ കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവൻ തന്നെ പഠിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞ പോലെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്തുതിച്ചും സ്തുതിപ്പിച്ചും ഇതാ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാത്ത ദൈവിക അനുഭവങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരും. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവർ, ഈ ദൈവിക ശക്തി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ദൈവിക ശക്തിയുടെ വ്യാപാരം കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൂടെയുള്ള മാലാഖയ്ക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റുന്നത്. നമുക്ക് വേണ്ടി മാലാഖയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു, ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ ദൈവകൃപയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം 14 മുതലുള്ള വചനം 13 വെച്ച് വായിച്ചു. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്കു വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പറയുകയാണ്, നമുക്ക് 12 തൊട്ട് വായിച്ചാലോ? നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളിൽ ഈ ഭൂമിയിൽ 2 തരത്തിലുള്ള ആത്മാവുണ്ട്. ഒന്ന് ഹോളി സ്പിരിറ്റ്, അതോടൊപ്പം ഈവിൾ സ്പിരിറ്റ്. അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സ്പിരിറ്റ് ഉണ്ട്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? 100% ഉറപ്പായിട്ട് തിന്മയുടെ ഒരു അരൂപിയുണ്ട്. ആ അരൂപികൾ രോഗങ്ങൾ വരുത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു കുട്ടിയെ കിട്ടും. അവന് സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം ദേഹത്തോട്ട് ഇട്ടാൽ ഉടനെ അവന്റെ വയറ്റിനകത്ത് കൊളുത്തിപ്പിടുത്തി വേദന, പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആകാനാണ് സാധ്യത. കാരണം എന്താണ്? ഇവന്റെ ആന്തരിക മനുഷ്യന് സ്കൂളിൽ പോകാൻ ഇവന് താല്പര്യം കാണുകയില്ല. അപ്പോൾ ചില രോഗങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാകും. അങ്ങനെ പല കുട്ടികൾക്കും ഇതുപോലത്തെ വയറ്റുവേദന ഉണ്ടാകാറുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എനിക്കെങ്ങനെയാണ് മനസ്സിലായത്? എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ചാക്കോ സാറ് പരീക്ഷ ഇടുന്ന അന്ന് എനിക്ക് തന്നെ വയറ്റുവേദന ഉണ്ടാകും. അപ്പോ ഞാൻ പറഞ്ഞു, ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആകാനാണ് സാധ്യത. അന്നേരം പറഞ്ഞു, അവന് നല്ല താല്പര്യമുണ്ട്. യൂണിഫോം ഇടുമ്പോഴാണ് പ്രശ്നം, അതുകൊണ്ട് യൂണിഫോം കൊണ്ടുവന്നിട്ടുണ്ട്, യൂണിഫോം പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവനെ ഒന്ന് തലേക്കൈ വെച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുകയും അവന്
ഭയങ്കരമായ ശരീരത്തിൽ കൂടി അതുകൊണ്ടെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു. സംഗതി മാറി. ശരീരത്തിൽ രണ്ട് പിരിപിരാന്നൊക്കെ വന്നു. തലയ്ക്ക് വേദന എടുക്കുന്ന പോലെ തോന്നി, ശരീരത്തിൽ നിന്ന് എന്തെല്ലാം പ്രവഹിക്കുന്ന പോലെ തോന്നുന്നു, വിറയ്ക്കുന്ന പോലെ തോന്നുന്നു, വേർത്തു. സംഗതി തീർന്നു, രോഗം മാറി. എന്താണത്? ഇത് പ്രിയമുള്ളവർ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ വ്യക്തിയുടെ മേൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവന്റെ മേലുള്ള പൈശാചിക ശക്തികൾ ബന്ധിച്ച് ശ്വാസിച്ച് നരകത്തിന്റെ ഇരുൾക്കുഴിയിലേക്ക് വിട്ടുപോകട്ടെ. ഇതാണ് മനസ്സിൽ പ്രാർത്ഥിച്ചത്. ഇത് നമ്മൾ ചെവി കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം എന്താണ്, പിന്നെ പേടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഞാനിത് വെറുപെറാന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 പ്രാവശ്യം ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവനിലുള്ള അരുവികൾ വിട്ടുപോയി, അവൻ സ്വതന്ത്രനായി തീർന്നു. കഴിഞ്ഞ ദിവസം സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻ, അവന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവിടെ വന്ന്. പ്രിയമുള്ളവരെ, അന്നേരവും ഞാൻ പറഞ്ഞു ഇതൊക്കെ നിനക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷന്റെ ഭാഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഡൈലൂട്ട് ചെയ്തു. പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള കേരളത്തിന് വെളിയിൽ നിന്ന് വന്നതാ. പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവന്റെ ചങ്കിന് വേദന, കൈക്ക് വേദന, ശരീരം തളർന്നു വീഴുന്നു, കൈകാലുകൾക്ക് ബലം പോകുന്നു. അവൻ പറയുന്നു എന്നെ എല്ലാവരും കൂടെ കൂടി പിടി. ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ പിടിച്ചിട്ടുണ്ടോ, നീ ധൈര്യമായിട്ട് എന്നോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, കുറെ പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ അവൻ സ്വതന്ത്രനായി. കണ്ടോ? അപ്പൊ തിന്മയുടെ ദുരാത്മാക്കൾ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ആരുടെ മേലാ കയറുന്നത്? യേശുവിനെ അറിയാൻ മേലാത്തവർ. യേശുവിന്റെ വചനം, ആ വചനമാണ് സാത്താനെ ബഹിഷ്കരിക്കാനുള്ള ശക്തി. അതുകൊണ്ട് വചനം പാലിക്കുന്ന ഒരു വ്യക്തിയിലും ലോകത്തിന്റെ അരൂപി കാണുക. ലോകാരൂപി മനുഷ്യന്റെ മേൽ കയറിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എന്താണ്? രാത്രി കിടക്കുമ്പോൾ കൈയും കാലിട്ടടിക്കും എന്നുള്ളതല്ല പ്രത്യേകത. മറിച്ച് എന്താണ്? ദൈവ സാന്നിധ്യം ദുസ്സഹമായിട്ട് അനുഭവപ്പെടും. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ലോകാരൂപി കയറിയിട്ടുണ്ടെങ്കിൽ എന്നെങ്ങനെ മനസ്സിലായിക്കോണം? ഇതാ ഇവിടെ കൊണ്ട് ഇരുത്തിയാൽ മതി. ഇരുത്തി 2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തൂങ്ങിക്കിടന്നുറങ്ങും. നമ്മള് ഉറക്കഗുളിക കൊടുത്താൽ പോലും ഉറങ്ങുകയില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? ആള് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥന തുടങ്ങുമ്പോഴും ഉറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം ലോകാരൂപി ദേഹത്ത് കയറി ഇരിപ്പുണ്ട്. ഇനി തൊട്ടടുത്തിരിക്കുന്ന ആൾ കൊണ്ടൊന്ന് നോക്കിയേക്കണേ. ലോകാരൂപി ദേഹത്ത്. അപ്പൊ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന 1 യോഹന്നാൻ 5:19. ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിന്റെ കീഴിലാണ്. അതിനെ ഭരിക്കുന്ന ദുഷ്ടനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ അധിപതി, അതുകൊണ്ടല്ലേ സാത്താൻ പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ അധിപതി, യെശയ്യാ 14. അതുകൊണ്ടല്ലേ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോ എന്താ പറഞ്ഞത്? നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം. അപ്പൊ ലോകത്തിലുള്ള പലതും ആരുടെ കയ്യിലാണ്? സാത്താന്റെ കയ്യിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ തിന്മയുടെ സ്വാധീന ശക്തി മനുഷ്യനിലേക്ക് കയറിക്കൂടും. അതുണ്ടാകാതിരിക്കാൻ ഒന്ന് വേണ്ടത് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്യുക. അതാണ് മാമോദീസ. അതുകൊണ്ടാണ് മാമോദീസ സമയത്ത് സാത്താനെ ബഹിഷ്കരിക്കുന്നത്. ഞാൻ സാത്താനുണ്ടെന്നൊക്കെ പറയുമ്പോൾ പല അച്ഛന്മാർ തന്നെ പറയും അത് തിരുമേനിക്ക് തോന്നുന്നെന്ന് പറയും. എന്നിട്ട് അതേ അച്ഛൻ തന്നെ എന്ത് ചെയ്യും? മാമോദീസ സമയത്ത് സാത്താനെ പോവാൻ പറയും. സത്യത്തില് ഒരു മാമോദീസ മുക്കുമ്പോൾ ആ കൊച്ചിന്റെ മേൽ പ്രാർത്ഥന നടത്തിയിട്ട് അന്നേരം പിന്നെ കൊച്ചിനെയാണ് വിളിക്കുന്നത് സാത്താനെന്ന്. കൊച്ചിന്റെ മേൽ പ്രാർത്ഥന നടത്തിയിട്ട് പറയുന്നത് എന്താണ്? സാത്താനെ, നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു, നീ പുറത്തു പോകുക എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന നടത്തിയിട്ട് അവന് യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്യിക്കും. അതിനുശേഷമാണ് മാമോദീസ ഉടമ്പടി നടത്തുന്നത്. അപ്പൊ ഒന്നാമത്തേത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. ദൈവവചനം പാലിക്കാൻ തീരുമാനിക്കുക. അപ്പൊ ദൈവവചനം ലംഘിക്കുമ്പോൾ തിന്മയുടെ സ്വാധീന ശക്തി നമ്മളിലേക്ക് അറിയാതെ കടന്നു വരും. 2, ഈ തിന്മയുടെ സ്വാധീന ശക്തി നമ്മളെ വിട്ടുപോകാനുള്ള അടുത്ത മാർഗം കൂദാശകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും സ്വീകരിക്കുക. അതോടുകൂടി നമ്മളിലുള്ള തിന്മയുടെ സ്വാധീന ശക്തികൾ ദുർബലമായി പോകും. ശരിയായ കുമ്പസാരമാണെങ്കിൽ തിന്മയുടെ സ്വാധീന ശക്തികൾ പിന്നെ അവിടെ നിൽക്കത്ത് പോലുമില്ല. മനസ്സ് തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ നല്ല കുമ്പസാരം നടത്തുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ അപ്പോൾ ദുരാത്മാക്കളെല്ലാം വിട്ടുപോകും. ഇങ്ങനെ തിന്മയുടെ സ്വാധീന ശക്തികൾ മനുഷ്യനെ വിട്ട് പോകും. ഇനി വായിച്ചേ. നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. പിന്നെ ലോകാരൂപി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം ഉണ്ടാവും.
എന്താണെന്നറിയോ? 1 യോഹന്നാൻ 2:15 കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ അഹന്ത, ഈ 3 സാധനങ്ങൾ മനുഷ്യനിൽ കയറിക്കൂടും. അപ്പൊ ഒരു വ്യക്തി ലോകാരൂപിയുടെ കീഴിലാണെങ്കിൽ ദൈവീക കാര്യങ്ങൾക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, ലോകത്തിൽ കാണുന്നതെല്ലാം അവർ തന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ പൈശാചിക ശക്തിയുടെ സ്വാധീനമാണ്. എന്നെ ചിന്തിക്കുകയാണ്, ഒരിക്കലും ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പള്ളിയിൽ നിന്ന് ഒരച്ഛനെ എപ്പോഴും കൂടെ കൊണ്ടുവരാൻ തരുമോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ അല്ല ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാനാണ്. അവൻ ഞാൻ പറഞ്ഞു, അതുമല്ല നടക്കുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ ഈ പെണ്ണുങ്ങളോട് പറയണം തുണി നന്നായിട്ട് കൊടുക്കാൻ. ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല പ്രിയമോ. ഒരു ചെറുപ്പക്കാരൻ ധ്യാനമെല്ലാം കൂടി പാപം ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്ത വ്യക്തി പുറത്തു പോയ ശേഷം ഒരു തരത്തിലും എന്ത് ചെയ്യാണ്, അവനെ കൊണ്ട് പാപത്തിൽ വീഴാതെ ജീവിക്കാൻ പറ്റുന്നില്ല. അവസാനം മടുത്തിട്ട് അവൻ എന്നോട് അത് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ്, നീ പള്ളിക്കകത്തിരുന്നാ മതി, അന്നേരത്തിന് വലിയ കുഴപ്പമുണ്ടാകുകയായിരുന്നു. അവൻ പിന്നെ കുറെ ദിവസം ജോലിയില്ലായിരുന്നു. 30 വയസ്സായിട്ടും ജോലി കിട്ടുന്നില്ല. 35 വയസ്സോ മറ്റേ ജോലിയില്ല. ജോലിക്ക് പോകുമ്പോഴല്ലേ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളാണ്. അവസാനം അവൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പള്ളിയുടെ പുറകിരുന്ന ഒരു ദിവസം ഓടി വന്ന എന്നോട് പറഞ്ഞു, പള്ളിയിലിരുന്നിട്ടും രക്ഷയില്ല. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അത് ഞാനിവിടെ പറയുന്നില്ല. ഇതൊന്നും റബ്ബർ ഷീറ്റ് അല്ലല്ലോ വലിച്ചാ നീളാനായിട്ട്. ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ പിടിച്ച്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആവശ്യത്തിന് തുണി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ നല്ല ചുവന്ന തുണിയൊക്കെ ഇരിപ്പുണ്ട്, തയ്പ്പിക്കാത്തത്, ഞാൻ തരാം. നിങ്ങളത് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ്സ്, നീളനുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ദുഷ്ടാരൂപിയുടെ ഒരു പ്രത്യേക പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ അഹന്ത. ഇത് ഒരു മനുഷ്യനെ കയറി കൊണ്ട് ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ വെച്ചുകെട്ടെല്ലാം കൂടെ നടത്തുന്നത് സത്യത്തിൽ ഒരു പൈശാചിക ബന്ധനമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരുന്നോണം. പിള്ളേർക്ക് ഇങ്ങനത്തെ അസ്വസ്ഥതകൾ കൂടി വരുമ്പോൾ ഓർത്തോണം, ഇത് ഒരു പൈശാചിക ബന്ധനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ക്രമേണ എന്ത് ചെയ്യും? അവരെ പിശാച് കൊണ്ടുപോകും. അതുകൊണ്ടല്ലേ പണ്ടുകാലത്ത് ഒരുങ്ങിക്കെട്ട് നടന്നതിനെ എല്ലാം ആരെങ്കിലും അടിച്ചോണ്ട് പോയിട്ടേ ഉള്ളൂ. ഒരുമാതിരി പള്ളിയിൽ പോയി മുഖത്ത് നല്ല പ്രകാശവും വെളിച്ചമൊക്കെ ഉണ്ടായി നടന്ന പിള്ളേർ എണ്ണയൊക്കെ തൂത്ത് നടന്നതിനെ അതിനൊക്കെ എന്ത് ചെയ്യും? അതിനെയൊക്കെ പള്ളി വെച്ച് കെട്ടിക്കാൻ പറ്റി. ബാക്കിയുള്ളതൊക്കെ 1 വരെയും 3/4 ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. പ്രിയമുള്ള കാര്യം ഇതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ലോകാരൂപിയുടെ കീഴിൽ നിന്ന് മക്കളെ ദൈവാരൂപിയുടെ കീഴിലേക്ക് കൊണ്ടുവരണം. ദൈവാരൂപിയുടെ കൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒന്നും തേച്ചില്ലേലും ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ മുഖത്തുണ്ടാകും. പ്രത്യേക ദൈവകൃപ തന്നെ ഉണ്ടാകും. അന്നേരം കല്യാണാലോചനയൊക്കെ തന്നെ വരും. ഇവിടെ സ്ഥിരമായി ധ്യാനം കുടിക്കുന്ന പെണ്ണ് ജോലിക്ക് പോയി നിൽക്കുക. അവിടെ ചെന്നപ്പോൾ കൈമുത്തി അച്ഛൻ ചോദിച്ചു, നീ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. നീ ഉടനെ കെട്ടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇല്ലച്ചോ, വീട് രക്ഷപ്പെടുത്തിയിട്ട് വേണം. അങ്ങനെയാണ് എന്നെ അറിയിക്കണം കേട്ടോ. കാരണം എന്താണ്? കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അച്ഛൻ അവളുടെ മുഖത്തെ വെളിച്ചം തിരിച്ചറിയാൻ പറ്റുന്നു. കണ്ടോ? ഈ പെൺകുട്ടിയുടെ മുഖത്തെ പ്രകാശം എത്ര അകലെ നിന്നാലും എന്ത് ചെയ്യാൻ പറ്റുന്നു? പുരോഹിതന് തിരിച്ചറിയാൻ പറ്റുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ ചോദിച്ചു, ആദ്യമായിട്ട് കണ്ടപ്പോൾ ചോദിച്ചു. അന്നേരം ചോദിച്ചു, ഈ പെണ്ണിനെ നമുക്ക് എവിടെയെങ്കിലും ചെറുക്കനെ കൊണ്ട്, അച്ഛന്റെ ബന്ധുക്കളെ കൊണ്ട് കെട്ടിക്കാനായിട്ടായിരിക്കാം. അപ്പൊ എന്തായാലും കണ്ടോ, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകാരൂപിയുടെ കീഴിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും കാക്കവത്തി കൊണ്ടുപോകും. ഇനി ബാക്കി വായിച്ചേ. തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ, ആത്മാവ് പഠിപ്പിച്ച കാര്യങ്ങൾ ആത്മീയ മനുഷ്യർക്ക് വേണ്ടി മാത്രമേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകുകയില്ല. വായിച്ചേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അത് ഒന്നും മനസ്സിലാകുകയില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അരോചം എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം അരോചകമായിട്ട് ഇറിറ്റേഷനായിട്ട് തോന്നും. ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇറിറ്റേഷനായിട്ട് ഇവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു,
അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? അപ്പൊ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമായി തോന്നും. അതുകൊണ്ടെന്താണ്? അത് സ്വീകരിക്കാൻ സാധ്യമല്ല. രണ്ട്, ഈ ആത്മീയ ദാനങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കപ്പെടേണ്ടതാകിയാൽ അത് ഗ്രഹിക്കാനും സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു ആത്മീയ മേഖലയിൽ ഇരുട്ടിലായിരിക്കും മനുഷ്യൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം ഉണ്ടെന്നോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവും കിട്ടിയിട്ടില്ല. പിന്നെ അറിവ് കിട്ടുന്ന എപ്പോഴാ? 65-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കൗൺസിലിംഗ് നടത്തും. അന്നേരാണ് ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാ മനസ്സിലാകുന്നത്. 65 വയസ്സ് കഴിഞ്ഞു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ മനുഷ്യനായാൽ മാത്രമേ ഈ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുത്തുള്ളൂ. അങ്ങനെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതാ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്താൽ അപ്പോൾ തന്നെ ദൈവമഹത്വം നമ്മുടെ ആത്മാവിലേക്ക് വരുന്നത് നമുക്ക് അനുഭവപ്പെടും. ഈ ആത്മീയ ശക്തി നമ്മളിൽ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിൽ മാത്രമല്ല, നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ സർട്ടിഫിക്കറ്റിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ഇത് വ്യാപരിക്കും. ഇനി അച്ഛനെ കൊണ്ട് വാഴ്ത്തിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് പ്രാർത്ഥിച്ച് ദൈവമേ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടു കൊടുത്താൽ മതി. അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പയ്യൻ, ഇവിടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ അവർ കടന്ന് നട്ടം തിരിഞ്ഞാണ് അവരിവിടെ വന്നത്. ഇപ്പോഴും നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. അപ്പോ അവരുടെ മോൻ ഡിഗ്രി പാസ്സായ +2 പാസ്സായ ശേഷം ഡിഗ്രിക്ക് പോകാൻ പോവാണ്. ഡിഗ്രിക്കാണോ എഞ്ചിനീയറിംഗിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടുത്തെ പ്രമുഖ കോളേജിൽ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. പൈസ കൊടുത്ത് അഡ്മിഷൻ മേടിക്കാൻ മാർഗമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക റാങ്ക് ലിസ്റ്റ് നോക്കിയിരുന്നതാണ്. അതനുസരിച്ച് ലെറ്റർ വരാൻ ഒരു സാധ്യതയില്ല. ഇതാ ഇന്റർവ്യൂവിന്റെ കാർഡ് ഇവന്റെ പേരിൽ വന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞ്, ഇതാ ഇന്റർവ്യൂവിന്റെ കാർഡ് വന്നിട്ടുണ്ട്. എങ്ങനെയാ വന്നെന്നറിയത്തില്ല. ഇതിലും മാർക്ക് കൂടിയ പിള്ളേർക്ക് പോലും വന്നിട്ടില്ല, പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ കാർഡും ഒക്കെ ആയിട്ട് അവിടെ ചെന്നു, സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട്. പ്രിൻസിപ്പൽ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ എന്നും വെരിഫൈ ചെയ്യുന്നല്ലേ ഓരോ കാര്യങ്ങൾ. അപ്പോൾ മാർക്കിന്റെ അളവ് കുറവ് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രിൻസിപ്പലിന് സംശയം തോന്നിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ഇവൻ സത്യത്തിൽ വളരെ പിന്നിലാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയത്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യത്തില് ഇത് നിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തോ പെശക് വന്നതാണ്. സത്യത്തിൽ നിനക്ക് സീറ്റിനുള്ള സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം പ്രിയമുള്ളവരെ, ആ പ്രിൻസിപ്പൾ പറഞ്ഞു, എന്റെ കൈപ്പിഴ കൊണ്ട് വന്ന ഒരു കാര്യമല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ അഡ്മിഷൻ നൽകിയേക്കാവെന്ന് പറഞ്ഞ് അവൻ അഡ്മിഷൻ കൊടുത്തു. അഡ്മിഷൻ കിട്ടി, പഠിച്ച് ബാങ്കിൽ ജോലി മേടിച്ച് അവൻ പോയി. പ്രിയമുള്ളവരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയവനാണ്. ഇപ്പൊ ജോലി ചെയ്യാൻ പോയി. ദൈവം അനുഗ്രഹിച്ചു. കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ദൈവകൃപയുള്ളവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് പോയാൽ അതിൽ പോലും ദൈവകൃപയുണ്ടാകും. അത് പ്രത്യേകം അവിടെ ഉണ്ടാവും. ദൈവത്തിന്റെ പ്രത്യേക കരുണയും കൃപയും അതിന്റെ മേൽ വ്യാപരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഒരു പ്രത്യേക ദൈവിക ചൈതന്യം അവന്റെ മേൽ വ്യാപരിക്കും. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലെ ആയിരുന്നില്ല. പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പറഞ്ഞെല്ലാം മനസ്സിലായി.
പക്ഷെ നിങ്ങൾ ദൈവകൃപ ഇല്ലാത്ത പാർട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോയെന്നിരിക്കും. 1 മണിക്കൂർ ഫുള്ളിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് നോക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ ഫലം കൊയ്ത സംഭവമാണ്. ഒരു 10 പേരെ പ്രാർത്ഥനയ്ക്ക് ഇരുത്തിയ ശേഷം ഒരു പ്രസംഗത്തിനെ കൊണ്ട് കയറിയാൽ പ്രിയമുള്ളവരെ, ആ സ്ഥലത്ത് ഇതാ പ്രവർത്തിക്കേണ്ട ദൈവിക കൃപ അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. തീവ്രമായ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ധ്യാനം നടത്തുകയാണെങ്കിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പാപങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അത് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടല്ലേ പറ്റുള്ളൂ. ചിലപ്പം പാർട്ടികളെ ഇരുത്തിയേച്ച് ഇങ്ങോട്ട് പോരും. ഇരുത്തുന്നതിന് പുറകെ അതുങ്ങൾ എഴുന്നേറ്റ് പോകും. അതോടുകൂടെ ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് 8 കുറ്റിയും കളി. തീവ്രമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ഒരു സമൂഹത്തിൽ വന്നിരുന്നാൽ ആ സമൂഹത്തിന്റെ പാപങ്ങൾ അപ്പോൾ തന്നെ വെളിപ്പെട്ട് കിട്ടും. അതിനുവേണ്ടി പ്രസംഗിക്കാൻ പറ്റും. രോഗങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അതുപോലെ അവിടെയുള്ള തിന്മയുടെ സ്വാധീന ശക്തികൾ വെളിപ്പെടുത്തി കിട്ടുന്നത് വഴി ആ വചനങ്ങൾ കൊടുത്ത് ആ മേഖലയെ മോചിപ്പിക്കാൻ സാധിക്കും. ചില സംഭവങ്ങൾ പറഞ്ഞ് ചില വ്യക്തികളെ മോചിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം കൃപയിലൂടെയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവമഹത്വം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നേ മതിയാകൂ. അതിനു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ മഹത്വം അവനെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞു, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, പിന്നെ അവിടുത്തെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തില് പ്രിയമുള്ളവരെ പറയുന്നത്, എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഞങ്ങളുടെ കടമകൾ ചെയ്തെന്നേ ഉള്ളൂ. കണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തില് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനോഹരമായ ഒരു വചനത്തിലൂടെ യേശു ഇതാ മനുഷ്യരെ വിമർശിക്കുന്നുണ്ട്. യോഹന്നാൻ 5:41 വായിക്കാം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. യേശു പറയാണ്, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. ജനക്കൂട്ടത്തിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എനിക്ക് നിങ്ങളെ അറിയാം. കണ്ടോ? യേശു പറയും, എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം. പിന്നെ നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. യേശു ചോദിക്കുക, ഞാൻ എന്റെ പിതാവായ ദൈവത്തിന്റെ നാമം പറഞ്ഞ് ഈ ഭൂമി വന്നിട്ട് നിങ്ങൾ ആരും എന്നെ സ്വീകരിക്കാത്തെന്നുകൊണ്ടാ. ഒരുത്തൻ സ്വന്തം നാമം പറഞ്ഞുകൊണ്ട് വരികയാണ്, അവനെ നിങ്ങൾ സ്വീകരിക്കും. പിന്നെ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും, നമ്മൾ അങ്ങനെയല്ലേ? പരസ്പരം മഹത്വം. ഞാൻ ഈ പൊതുസമ്മേളനത്തിലൊന്നും പോകാത്തതിന്റെ കാര്യം തന്നെ ഇതാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പൊതുസമ്മേളനം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും പൊതുസമ്മേളനം നടത്തുന്ന വേദിയിൽ നിന്ന് ചാടിപ്പോകാനായിട്ട് എങ്ങനെ മാർഗം നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. കാരണം ഈ പൊതുസമ്മേളനത്തിൽ കയറിയാൽ എന്താ സംഭവം? ഇപ്പൊ ഉദാഹരണത്തിന് ചാക്കോ ചേട്ടന്റെ 61ാമത്തെ ജന്മദിനമാണ്. ചാക്കോ ചേട്ടൻ ഭാര്യയെ തല്ലി ഓടിച്ചിട്ട് 4 കെട്ടിയതായിരിക്കും. എന്നാലും എന്ത് സംഭവിക്കും? ഇതാ വിളിച്ചിരുത്തിയതല്ലേ എന്ന് ഓർത്ത് നമ്മൾ പറയും. സഭയ്ക്കും സമൂഹത്തിനും വളരെയധികം പ്രയോജനങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഈ ഇരിക്കുന്നത്. എന്നാ പ്രയോജനം ചെയ്തു? 4 കൈകാര്യം ചെയ്തു. ആ വകുപ്പിൽ 10-15 പിള്ളേരും കാണും. ഇത് ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യാണ് പറയും, പരസ്പരം മഹത്വം സ്വീകരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഞാനിപ്പോ ഇത്രയും പറഞ്ഞാൽ മതി. ഈ ചാക്കോ ചേട്ടൻ ഇതുപോലെ സമൂഹത്തിനും സഭയ്ക്കും നല്ല മാതൃകകൾ നൽകിയ വ്യക്തിയാണ് എന്ന് പറയുന്നതോടുകൂടി ചാക്കോ ചേട്ടൻ മറുപടി പ്രസംഗത്തിന് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ഒരടിയാണ്. എന്താണ്? ഈ നിൽക്കുന്നത് ആരാണെന്നറിയാവോ? ദൈവം കഴിഞ്ഞാൽ അടുത്തയാളാണ്. നമ്മളെ ഈ തട്ടുമ്പുറത്ത് കയറ്റിയിരുത്തും, എന്നിട്ട് ഇറക്കി താഴെ വിടാതെയാ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ മേളിൽ നിന്ന് താഴെ പോയി ചാകുകയും ചെയ്യും. ഇതാണ് പരസ്പരം മഹത്വം സ്വീകരിക്കുക എന്ന് പറയും. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ ആത്മാർത്ഥതയോടെ നെഞ്ചേ തൊട്ട് ആത്മാർത്ഥതയോടെ 2 വാക്ക് നല്ലത് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. പറയുകയാണെങ്കിൽ അങ്ങനെ പറയണം. ഞാനാണ് 2-3 വാക്ക് പറയുന്നത്. മനസ്സിൽ തൊട്ടതാണേലും പറയത്തുള്ളൂ, ഇല്ലേ മിണ്ടുകയില്ല.
ചിലരൊക്കെ എന്നെ ഓരോ സ്ഥലത്ത് വിളിച്ചോണ്ട് പോയിട്ട് അവർ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുമെന്ന്. എന്റെ നാക്ക് ആരാണ്ട് ബന്ധിക്കും. സമയമാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവർ പറയും എന്നാലും എന്തേലും ഒന്നും പറയുമെന്നാ വിചാരിച്ച കേട്ടോ. പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്ന ആളെക്കുറിച്ച് ചിലപ്പോൾ ഒന്നും പറയാൻ തോന്നുകയില്ല. കാരണം എന്താണ്? ദൈവമൊന്നും പറയിപ്പിക്കുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ചത്ത് കിടന്ന ചേട്ടനെ കുറിച്ച് എന്നേലും 2 വർത്താനം പറയണം. അങ്ങനെ എന്നെ ഒരിക്കൽ മലബാറിലിരിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ അച്ചായന്റെ ശവാടക്കിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പ്രസംഗമൊക്കെ നടത്തിയ ശേഷം പറഞ്ഞു, ഈ അച്ചായൻ നിങ്ങളുടെ കുടുംബത്തിന് നൽകിയ നല്ല മാതൃകകൾ പിന്തുടരാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഉടനെ വികാരി അച്ഛൻ ജവി പറഞ്ഞു, ഇതാ കള്ളു കുടിച്ച് ലിവർ സിറോസിസുമായിട്ടാ ചത്തത്. അതിൽ പിന്നെ പ്രിയമുള്ളവരെ, പള്ളിയിൽ പോയി ശവാടക്ക് പരിപാടി ഞാൻ അതോടുകൂടി നിർത്തി. ഇപ്പോൾ സാധിക്കുമെങ്കിൽ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥന നടത്തി പോരുക. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കഴിവുണ്ട ഈ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കുന്നത്. 4-ാം തീയതി എൻ്റെ എന്നാ പറയുന്നത് മെത്രാഭിഷേക വാർഷികമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു എന്താ നടത്തിയത്, നമ്മളിവിടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അങ്ങ് നടത്തി. കുറെ പാവപ്പെട്ട ആളുകളെയും കുറെ ഡോക്ടർമാരൊക്കെ വന്നിരുന്ന് ചികിത്സിച്ച് അവർ മരുന്ന് മേടിച്ച് സന്തോഷമായിട്ട് പോയി. സൗജന്യമായിട്ട് മരുന്ന് കിട്ടുന്നതല്ലേ. ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, കിട്ടുന്ന കാശ് മുഴുവൻ അവരങ്ങ് മേടിച്ചെടുക്കും, എന്നിട്ട് അങ്ങ് വിടുകയാണ്. അപ്പൊ അങ്ങനെ സൗജന്യമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവരതുമായിട്ട് അതിലേക്ക് പോയി. നമ്മളെ വലിയ സമ്മേളനമൊന്നും നടത്താത്തതിന്റെ കാര്യം ഇതാണ്. എന്താണ്? നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു പ്രത്യേകത, എന്നെക്കുറിച്ച് നല്ല പറഞ്ഞവന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ വേറെ വല്ലതും പറയും. അതുകൊണ്ട് ഇവർക്കെല്ലാം എന്നോട് പിണക്കമാണ്. ഉള്ള കാര്യം ഉള്ള പോലെ ഞാനങ്ങ് തുറന്നു പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വം സ്വീകരിക്കുന്ന ഈ പൊതുസമ്മേളനങ്ങളെല്ലാം സത്യത്തില് ദൈവസ്നേഹത്തിന് ഒരിക്കലും പ്രാധാന്യം നൽകുന്നില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താത്ത ഒരു സ്ഥലത്തും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും ഉണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ, ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ എത്ര ശ്രമിച്ചിട്ടും തിരുമേനിയുടെ മനസ്സിലുള്ള ആശയങ്ങൾക്കൊത്ത് ഈ ശുശ്രൂഷ, ഈ സാധനം എടുക്കാൻ പറ്റുന്നില്ല. സംഗതിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അതങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ച ശേഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. എന്താണ്? ഇതാ അത് ദൈവിക സ്പർശനമുള്ളതായി മാറാത്തതിന്റെ കാരണം എനിക്ക് വെളിപ്പെട്ടി കിട്ടത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഡോക്യുമെന്ററി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യേശുക്രിസ്തുവിന്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനം തൂത്തുകുട്ടിയിൽ ആരംഭിച്ചതായി നിങ്ങൾ എടുക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവ് പ്രത്യേക ഇടപെടലുകളുണ്ടായി യേശുവിന്റെ നാമം ഉയർത്താൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ ഡോക്യുമെന്ററി ആരംഭിക്കുക. അപ്പോൾ അത് അഭിഷേകമുള്ളതായി തീരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, തൂത്തുകുട്ടി ധ്യാന കേന്ദ്രം 2013 ആരംഭിച്ചു. സക്കറിയാച്ചൻ തേറാമ്പിൽ ഇവിടെ വന്ന് താമസിച്ചു. ഇതൊക്കെ അവർക്കറിയത്തുള്ളൂ. എന്റെ കൂട്ടത്തിലൊരു പാർട്ടി വന്നിരുന്നു, ആർക്കും അറിഞ്ഞുകൂടാ. പലരും വിചാരിക്കുന്നത്, ചിലരെ പറയുന്ന ഇതാണ്, എന്നെ ഞാനാക്കിയത് ഈ ചാപ്പലാണെന്ന്. അല്ല പ്രിയമുള്ളവർ, എന്നെ ഞാനാക്കിയത് ഈ ചാപ്പലല്ല, തൂത്തുകുട്ടി ചാപ്പലുമല്ല, യാക്കോബായ സഭയുമല്ല, ഇവരാരുമല്ല എന്നെ ഇതാക്കിയത്. എന്നെ ഇങ്ങനെ ആക്കിയത് യേശുവാണ്. അതാണ് സത്യം പ്രിയമുള്ളവർ, യേശുവാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇതൊന്നുമല്ല നമ്മളെ ഒന്നും ആക്കുന്നത്. ഇതൊന്നും നമ്മളെ ഒന്നും ആക്കുകയില്ല. നമുക്ക് എന്തേലും ആകണമെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാൽ, വേറൊന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം കിട്ടിയതെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ പോകും. ഒരു കാലത്ത് ചെണ്ടയൊക്കെ കൊട്ടി എന്താണ് സ്വീകരണങ്ങൾ. അപ്പൊ എന്നോടൊരു തിരുമേനി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്വീകരണമുണ്ട്, മെത്രാഭിഷേകം കിട്ടിയ ഉടനെ സ്വീകരണത്തിന് പോവാ. അന്നേരം എന്നോടൊരു തിരുമേനി ചെവി പറഞ്ഞു, ഇവന്മാര് തന്നെ നാളെ തിരുമേനിയെ തെറി പറയുമെന്ന് പറഞ്ഞു. ഒരു 4-5 വർഷം കഴിയും. ഞാനത് അനുഭവിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ചെണ്ടയും കൊട്ടി പൊക്കിക്കൊണ്ട് നടക്കുന്നവർ തന്നെ നമ്മളെ തെറി പറയുന്ന ഒരു കാലം ഉണ്ടാകും. അതാണ് മനുഷ്യരെന്ന് പറഞ്ഞു. ആ തിരുമേനി പറഞ്ഞതൊരു പ്രവചനം പോലെ ആയിപ്പോയി.
കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ലോകം നമ്മളെ ഒന്നും ആക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും ആകുന്നെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ വരും. അതാരാണ്? പരിശുദ്ധാത്മാവ്. അവനാണ് ചെയ്യുന്നത്. നമ്മുടെ പരിപാടിയല്ലിത്. ഞാനിത് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പരിപാടിയല്ലിത്. ഇത് പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യാണ്. നമ്മള് കൂലിക്കാരായിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഞങ്ങളെയും കൂടി അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്നാൽ നിന്നെയും കൂടെ ചേർത്തേക്കാം എന്ന് വിചാരിച്ച് ഒരു ചെറിയ അപ്പോയിന്റ്മെന്റ്, നീ വേണേ പോയി ചെറിയ പ്രസംഗമൊക്കെ പറഞ്ഞു, ഞാൻ പുറകിൽ നിന്ന് ഗ്യാസ് കയറ്റി തരാം, അപ്പം നിനക്ക് പ്രസംഗിക്കാൻ കഴിവ് കിട്ടും. അങ്ങനെ വെറുതെ വന്ന് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ നിൽക്കുന്ന അച്ഛന്മാരും ഒക്കെ അങ്ങനെയാണ്. ഇവർക്ക് ആർക്കും സിദ്ധിയുള്ളവരൊന്നുമല്ല. എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാ കുറവുകളും ബലഹീനതയുമുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തത് കൊണ്ട് ഒരു വിഡ്ഢിയെ പോലെ ഇതാ ദൈവമഹത്വത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും തങ്ങൾക്ക് കിട്ടിയതൊക്കെ തമ്പുരാന് കൊടുക്കുകയും ചെയ്ത വഴി പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാപരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ രോഗശാന്തി നടക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്, പിശാചുകൾ വിട്ടുപോകുന്നത്, പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകുന്നു, അലറി വിളിച്ചുകൊണ്ട് പോകുന്നു, എല്ലാം നടക്കുന്നത്. അതുപോലെ തങ്ങൾക്കുള്ള സമ്പത്തിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നത് എല്ലാം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട്. അപ്പൊ ആ മഹത്വത്തിന്റെ പങ്കാളിയാകാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ദാവീദിനെ പോലെ. ദാവീദ് എന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ദാവീദ് ഇതാ കടന്നു സന്തോഷത്തോടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉടനെ ആളുകൾ ചോദിച്ചു, നീ എന്നായി കാണിക്കുന്നത്? ഒരു രാജാവല്ലേ നീ ഇതുപോലെ കിടന്നുകൊണ്ട് ചാടി എന്തുള്ളൂ പാട്ടും പാടി നിൽക്കുകയാണോ? ഉടനെ പറഞ്ഞു, എന്റെ തമ്പുരാന്റെ മുമ്പിൽ ഇതാ ഈ ഇസ്രായേലിനെ ജയിപ്പിച്ച് വളർത്തിയ പരിപാലിക്കുന്ന രാജാവായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിഡ്ഢിയെ പോലെ ഞാൻ തുള്ളിച്ചാടും എന്ന് ദാവീദ് പറഞ്ഞു. അതുപോലെ തമ്പുരാന് വേണ്ടി വിഡ്ഢിയാകാൻ നമുക്ക് തയ്യാറാണോ? ഭോഷനാകാൻ അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ ഞാൻ ക്രിസ്തുവിനെ പ്രതി ഭൂഷൻ നമ്മളായിക്കൊടുക്ക്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, ദൈവമഹത്വത്തിന്റെ പങ്കാളിയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം. അതുകൊണ്ടല്ലേ ആ വെളിപാട് പുസ്തകം 14 അധ്യായം വായിച്ചേ. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആ ഗാനം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഗാനമായാലും വെളിപാടായാലും അത് ദൈവകൃപയുള്ളവന് മാത്രമേ, തെരഞ്ഞെടുക്കപ്പെട്ടവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. വായിക്കാം. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി. ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. കണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോഴാണ് ബാബിലോൺ. ഇതിനകത്ത് പറയുന്നത് ഭോഗാസക്തിയുടെ വീഞ്ഞ് കുടിച്ചവനെന്ന്. തിന്മയുടെ സ്വാധീന ശക്തികൾ, പ്രത്യേകിച്ച് വ്യഭിചാര ആസക്തി മനുഷ്യനിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നവരിൽ നിന്ന് മാത്രമേ ഈ തിന്മയുടെ സ്വാധീനം വിട്ടുപോകത്തുള്ളൂ. പല ആളുകളും
വ്യഭിചാര അരൂപിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന്റെ ദുരാശ, ജഡീകാസക്തികൾ, സ്വയംഭോഗാസക്തികൾ, സ്വവർഗഭോഗം, അശുദ്ധ കാഴ്ചകൾ, ഇതവരെ പീഡിപ്പിക്കുന്നുണ്ട് പലരെയും. പ്രിയമുള്ളവർ, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ. എന്ത് ചെയ്യാണ്? ദൈവത്തെ ശക്തമായിട്ട് സ്തുതിക്കുക. നിങ്ങൾ ഒരു ദിവസം ദൈവത്തെ സ്തുതിക്കുക, പിന്നെ ആ ദിവസങ്ങളിൽ ആ തിന്മയുടെ സ്വാധീന ശക്തികൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് 7 നേരത്തെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? 7 നേരവും നമ്മൾ മനസ്സിൽ ദൈവത്തെ സ്തുതിക്കുക. അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാവുന്നവർ ചെയ്യുക. അല്ലാത്തവരെന്ത് ചെയ്യുക? ദൈവത്തെ പോകുന്ന വഴിക്കും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പല പ്രാർത്ഥനകളും നമുക്ക് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും. ഇന്ന സഭയുടെ പ്രാർത്ഥന ചൊല്ലിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നൊന്നും ബൈബിളിലെങ്കിലും പറഞ്ഞിട്ടില്ല, സഭയും പറഞ്ഞിട്ടില്ല. ഇന്ന പ്രാർത്ഥന ചൊല്ലുന്നോ സ്വർഗത്തിൽ പോകുമെന്ന് ഓഫറില്ല. എന്താണ്? യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നവൻ ഇതാ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് പറ്റുന്ന ഒരു സങ്കീർത്തന വചനമായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ആ സങ്കീർത്തന വചനം ആവർത്തിച്ച് പറയുക. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ ആരാധന പ്രാർത്ഥനകളിൽ മുഴുവനും സങ്കീർത്തനങ്ങളാണ് പ്രാർത്ഥനകളായിട്ട് ക്രമീകരിച്ചു കൊടുത്തിരിക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കുറിയലായുസോൻ, കർത്താവെ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് നീ ഉത്തരമരുളി ചെയ്യണമേ, എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേൾക്കണമേ എന്നൊക്കെ പറഞ്ഞുള്ള വചനങ്ങള് സങ്കീർത്തന വചനങ്ങളാണ്. ഇതങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവശക്തി നമ്മളിൽ വന്ന് വ്യാപരിക്കും. ഈ ശക്തി നമ്മളിലേക്ക് നിറയാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ചില മനുഷ്യരുടെ ശരീരത്തെ തിന്മയുടെ സ്വാധീന ശക്തി കയറി ബന്ധിച്ചിരിക്കും. അതോടുകൂടി അവർക്ക് പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, ദൈവത്തെ സ്തുതിക്കാനും പറ്റുകയില്ല. കൈയൊക്കെ അടിക്കുമ്പോൾ തിന്മയുടെ സ്വാധീന ശക്തി വിട്ടുപോകും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഈ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണ് കൈയടിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കയ്യടി പ്രാർത്ഥനയോട് ചില മനുഷ്യർക്ക് ഭയങ്കര ദേഷ്യം വരാൻ കാരണം അതാണ്. എസെക്കിയേൽ 21:13-14 വചനം. നിങ്ങൾ ചെങ്കോലിനെ നിന്ദിച്ചാൽ എന്തുണ്ടാകും? ഇതൊരു പരീക്ഷണമല്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, കൈകൊട്ടുക, സംഹാര ഖഡ്ഗം വീണ്ടും വീണ്ടും അവരുടെ മേൽ പതിക്കട്ടെ. നമ്മൾ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ സാത്താന്റെ തലക്കിട്ട് ഒരു വാള് വെച്ച് വെട്ടുന്ന ഫീലിംഗ് അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ ഇട്ട് കൈയടിച്ച് പാട്ടുന്നത്. ഒച്ച പോലും പുറത്തു പോകുന്നില്ല. എന്നിട്ടും എന്ത് ചെയ്യുന്നു? ഒത്തിരി അകലെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ എന്നെ തെറി പറയുന്ന കാണാം. ഇയാൾ കൈകൊട്ടി പാട്ടാണ്, പുള്ളിക്കാരനൊരു ബന്ധിക്കോസുകാരനെ പോലെ ഇരുന്നുകൊണ്ട് കൈകൊട്ടി പാട്ടാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ കൈയടിക്കുമ്പോൾ പല പിശാചികളും പല അകലെയൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാം തലക്കിട്ട് അടി കിട്ടുന്നതിന് തുല്യമാണ് പല ദുരാശകളും മ്ലേച്ഛതകളും അശുദ്ധിയും ഒക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തി വിടാൻ തയ്യാറല്ല പാപത്തെ. അപ്പൊ അവരുടെ മേൽ തിന്മയുടെ സ്വാധീന ശക്തി വന്ന് ഈ ദൈവത്തിന്റെ ശക്തി വന്ന് ആഞ്ഞടിക്കും കൈകൊട്ടി പാടുമ്പോൾ. അതാണ് കൈകൊട്ടിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, നിങ്ങൾ 10 കമ്പിയുള്ള വീണകളാൽ കർത്താവിനെ സ്തുതിക്കുന്നു പറഞ്ഞ കൈയടിച്ച് പാടാനായിട്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പാട്ട് പാടുമ്പോൾ താടിപ്പിൻ താടിപ്പിൻ കരമിന്നാളിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? താടിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിക്കുക, കൈയടിക്കുക. താടിപ്പിൻ താടിപ്പിൻ കരമിന്നാളിൽ തനയന്തൻ. കൈയടിച്ച് പാടാനായിട്ട് എത്രയോ സ്ഥലത്താ പറയുന്നത്. എന്നിട്ടും കൈയടിക്കാൻ അവനവന്റെ കൈ. ഞാൻ പലരോടും പറയും കൈയടിക്കാൻ, അത് ഇരുമേനി എന്നെ കൈയടിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കൈ, എന്റെ സ്വന്തം കൈ എപ്പോൾ അടിക്കണമെന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് ചിലപ്പോൾ പാട്ട് പാടണം പഠിക്കണം തോന്നിയാൽ ഞാൻ പാട്ട് പഠിക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ അടിക്കണം തോന്നിയാൽ ചുമ്മാ ഇരിക്കും അടിക്കും. നിങ്ങൾക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ മോന്തക്കെട്ട് പോലെ അടിക്കാതെ പറഞ്ഞാൽ മതി. എന്റെ കൈക്കിട്ടടിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ? അതുകൊണ്ട് കൈയൊക്കെ അടിച്ച് പ്രാർത്ഥിക്കുന്ന പൈശാചിക ബന്ധനങ്ങളായിരിക്കും. അപ്പൊ സഭയിൽ ഇന്ന് ലോകാരൂപി കയറി കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ അരൂപിയാണ് ഇന്ന് സഭാ മേഖലകളിൽ പലയിടത്തും കയറി കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവര്, ലോക കാര്യങ്ങളാണ് കൂടുതലും സഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്നൊക്കെയാണ്? ഒന്ന്, പരസ്പരം മുഖത്ത് സ്വീകരിക്കുക. ഒരാൾ എഴുന്നേറ്റ് മറ്റേ ആളെ കുറിച്ച് കുറേ നേരം പറയും, മറ്റേ ആൾ എഴുന്നേറ്റ് മറ്റേ ആളെ കുറിച്ച് കുറച്ചു നേരം പറയും. ഇതെല്ലാം കേൾക്കാൻ പാവപ്പെട്ട ജനം വന്ന് 2.5 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പൊതുസമ്മേളനം കേട്ട എന്നെ ബോറാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഈ പൊതുസമ്മേളനം ബോറാകാൻ കാരണം? പ്രിയമുള്ള യേശുവിനെ കുറിച്ച് പറയാത്തതുകൊണ്ടാണ്.
പൊതുസമ്മേളനത്തിൽ എല്ലാവരും യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഭയങ്കര അഭിഷേകം പരിപാടി. വേറൊന്നിനെ കുറിച്ചും പറഞ്ഞു, യേശുവിനെ കുറിച്ചും വിശുദ്ധന്മാരെ കുറിച്ചും തന്നെയാണ് പറയുന്നതെങ്കിൽ ആ ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാകും. എന്നാൽ പ്രിയമുള്ളവരെ, പൊതുസമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കും. അപ്പോഴെന്താണ്? നമ്മൾ മറ്റുള്ളവനെ വെല്ലുവിളിക്കുക, അവനെ വെല്ലുവിളിക്കുക, ഇവനെ വെല്ലുവിളിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ആള് കുറഞ്ഞു പോകും. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അഭിഷേകം ഉണ്ടാകും. അപ്പൊ യേശുവിന്റെ മഹത്വമായിരിക്കണം പ്രധാനപ്പെട്ടത്. ലോകാരൂപി കയറി അടുത്തെന്താണ്? പെരുന്നാളുകളിൽ നമ്മൾ ഓർക്കണം, ആ വിശുദ്ധനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. വിശുദ്ധൻ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ പെരുന്നാളിന്? ചെണ്ട, പിന്നെന്താണ്? പിന്നെ ആകാശത്ത് പൊട്ടുന്ന എന്തുമാത്രം വെടികെട്ട്, പിന്നെ നമുക്ക് ചെയ്യാവുന്ന ശോഭകേട് എന്തൊക്കെയുണ്ടോ ആ വിശുദ്ധനോട് കാണിക്കാവുന്ന അത് മുഴുവൻ കാണിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാളുകൾ. ദൈവമഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവമഹത്വം ദേവാലയങ്ങൾ വിട്ടുപോയിരിക്കുന്നു, സഭ വിട്ടുപോയിരിക്കുന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ മഹത്വം തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ മഹത്വം കൂദാശകളെ ഉയർത്തുന്നതാണ്. കൂദാശകളെ കുറിച്ച് നമ്മൾ എല്ലാ ആഴ്ചയിലും കൂദാശയെക്കുറിച്ച് പറയും. എന്തിനാണ്? ആ കൂദാശയിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ആത്മാർത്ഥമായി ഒന്ന് കൈയടിച്ച് പാട്ട് പാടിയാൽ തന്നെ ഈ ദേശത്ത് എന്തെങ്കിലും പിശാചുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം ഇറങ്ങിപ്പോകും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പിശാചുക്കളുണ്ടെങ്കിൽ അത് അന്നേരെ പലായനം ചെയ്യും. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട നാത്തൂൻ്റെയോ അമ്മായിയപ്പൻ്റെ ദേഹത്തന്നെ ഇരിപ്പുണ്ടെങ്കിൽ ഇതാ വീട്ടിലിരുന്ന് നിങ്ങൾ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളിരുന്നുകൊണ്ട് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന മാത്രം പോരാ, കൈയടിച്ച് നല്ല 4 പാട്ട് പാടുക. ഇവിടുത്തെ കീർത്തന പുസ്തകം പുതിയ എഡിഷൻ വരുന്നുണ്ട്, മേടിച്ചുകൊണ്ട് പോക്കോണം. അത് നോക്കി കൈയടിച്ച് നല്ല 2 പാട്ട് നിങ്ങൾ വീട്ടിൽ പാസ്സാക്കണം. അതോടുകൂടി ദൈവ സാന്നിധ്യം വരും, ഉറക്കം മാറും. പലരും പറയാറുണ്ട്, സന്ധ്യാപ്രാർത്ഥന തുടങ്ങിയാൽ ഉടനെ അവൻ കട്ടിലോട്ട് വീണ ഒരൊറ്റ ഉറക്കമാണ്. എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരുടെ കൂടിയിരുന്ന് ഒരു കീർത്തന പുസ്തകത്തിലെ 2 ഗീതങ്ങൾ കൈയടിച്ച് അങ്ങോട്ട് പാടണം. പാടിക്കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് അയലോക്കത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എഴുന്നേറ്റ് പൊക്കോളൂ. അന്നേരം ചിലക്ക് ഈ അയലോക്കംകാർ തടസ്സമാണ്. അവർ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പണിയൊക്കെ തീർത്ത ശേഷം ആ കീർത്തന പുസ്തകം വെച്ചിട്ട് ഒരു കീറങ്ങ് കീറുക. നിങ്ങളുടെ പാട്ട് പാടാനായിട്ട് വലിയ ടാലന്റ് ഇല്ലാത്ത നിങ്ങളുടെ ഒച്ച അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ, പണ്ട് എലിമൂളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അത് വെച്ച് വലിക്കുമ്പോൾ എലിയെല്ലാം ഓടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കീർത്തന പുസ്തകത്തിലെ പാട്ടങ്ങോട്ട് കീറാൻ തുടങ്ങുമ്പോൾ ആളുകളെല്ലാം പാലായനം ചെയ്യും. നമ്മുടെ ഭവനത്തിൽ സമാധാനം വരും. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നല്ല ഗാനം കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടണം. നിങ്ങളുടെ അധരങ്ങളൊക്കെ തുറക്കപ്പെടണം, നിങ്ങളുടെ നാവ് ചലിക്കണം, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കന്നുകാലികളുടെയും നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മുഴുവൻ സ്ഥലത്തേക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്തുണ്ടോ അവിടേക്ക് ദൈവകൃപ വരട്ടെ. നമ്മളായിട്ട് സഭയെ ദൈവകൃപയിൽ നിന്ന് അന്യമാക്കരുത്. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. നമ്മൾ ഓരോരുത്തരും പാപത്തിൽ ജീവിക്കുമ്പോൾ സഭയുടെ കൃപയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ വിശുദ്ധി ജീവിക്കുമ്പോൾ സഭയ്ക്കാണ് കൃപ കിട്ടുന്നത്. അതുകൊണ്ട് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും യേശുവിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കുകയും ചെയ്യാത്തവരെ എന്ന് പറഞ്ഞ് യേശു നമ്മളെ ശാസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് ഒരു ഗാനം പാടാം. അവൻ നല്ലവൻ, അവൻ ദയയോ എല്ലാവരും ചേർന്ന് നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുള്ളത് തിരുവള്ളത്തിൽ ഇരച്ചിപ്പോയെ സ്തുതിച്ചിടുക അവന്റെ നാമം. എല്ലാവരും ചേർന്ന് തിരുവള്ളത്തിൽ ഇരച്ചിപ്പോയെ സ്തുതിച്ചിടുക അവന്റെ നാമം. Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.